സർ, ഇറിഗേഷൻ മേഖലയിൽ വളരെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കാഞ്ഞിരപ്പള്ളി കരിമ്പ് കയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജലോത്സവം നടത്തിയ സ്ഥലമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് വന്ന് ഇവിടെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് നവീന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ തികയില്ല. അപ്പോൾ അത് പൂർത്തീകരിച്ച് ഈ കരിമ്പ് കയത്ത്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പ് കയൻ ടൂറിസം പദ്ധതി അത് വിജയപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കരിമ്പ് കയം ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1.25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അനുബന്ധമായി പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയാണ് വിപുലീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അത് ഏറ്റെടുക്കാൻ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ എല്ലാം തയ്യാറാവുകയാണെങ്കിൽ അവരുമായും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനും വർഷം തോറും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടന്നു വന്നിരുന്ന വള്ളംകളി ഉൾപ്പെടെ അവിടെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നും പരിശോധിക്കാം. ഏതായാലും കരിമ്പ് കയൻ ടൂറിസം പദ്ധതി ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹായം ഉണ്ടാവും.